ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ റോൾ ആണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വായോ. കണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണിത്. ആദ്യം നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാനൊരു 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, പിന്നെ ഈ ചിക്കൻ്റെ അകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ബോയിൽ ചെയ്തതാണ്. പിന്നെ ഇത് വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി ആവശ്യം, നിങ്ങൾക്ക് എത്രയാണോ ഇതാവുക അത്രയും ഇടുക. പിന്നെ ഒരു കറിവേപ്പിലേൻ്റെത്. ഇത്രയാണ് നമ്മൾ മസാലക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ചോപ്പറിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇങ്ങനെ മുറിച്ചിടാം. അപ്പോൾ വേഗം പണി കഴിഞ്ഞ് വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് നല്ലോണം ചോപ്പായി വന്നിട്ടുണ്ട്. കുണുകുനിയായി വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ ഇട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് പേസ്റ്റാക്കിയതുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായി വരുമ്പോഴേക്കാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അറിയില്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ ആക്കി വെച്ച പേസ്റ്റ് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ വഴറ്റണം. അടുത്ത ചോപ്പിങ് ചെയ്ത് വെച്ച ഉള്ളി എടുത്തിടാം അതിൻ്റെ അകത്തേക്ക്. ഇനി നമുക്കിത് നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിനായിട്ടിലെ കുറച്ച് ഉപ്പിട്ടത് ഇട്ട് കൊടുക്കാം. ഇത് വേഗം വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പിടുന്നത്. മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. നല്ലോണം വഴറ്റി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് പാകത്തിന് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അത്യാവശ്യത്തിന് മാത്രം ഇടുക. പിന്നെ ഇതിലേക്ക് ഗരം മസാല കൂടി കുറച്ച് ഇടാൻ പാടുള്ളൂ. ഇതിൻ്റെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടുക. കുറച്ചിട്ടാൽ മതി. അതിനുശേഷം നന്നായി വഴറ്റുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ, നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് മൊത്തമായിട്ട് ഇടണം. അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. മൈദയാണ്, കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് അത്യാവശ്യത്തിന് മാത്രം മതി. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആക്കി വെക്കാം. നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ദോശ ചുട്ട് വെക്കാം. സൈഡിൽ കുറച്ച് ദോശ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടില്ലൊക്കെ കഴിക്കാം. ഇനി നമുക്കൊരു ദോശ എടുക്കാം. അതിൻ്റെ അത് നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല കുറച്ചിടുക. എന്നിട്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. നേരത്തെ ആക്കി വെച്ചത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടേൻ്റെ അകത്തേക്ക് ആക്കി ബ്രെഡ് ക്രംസിലേക്ക് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് വെക്കണം. ഇത് നല്ലവണ്ണം മുരിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ടതാണ്. രുചികരമായ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്.
അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സന്തോഷം നല്ലോണം ഉണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.